ഞാൻ പ്രശാന്ത്. ഞാൻ ഹരിശാന്തിൻ്റെ അച്ഛനാണ്. ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയറായി. ഞാൻ സിന്ധു, ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. പഠിക്കുന്ന സമയത്ത് ഹരിശാന്തിന് കൊമേഴ്സിനോടാണ് താല്പര്യം. അത് തന്നെ പിന്നെ തുടർന്ന് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളോടത് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളും അതിന് സപ്പോർട്ടീവായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അവൻ്റെ തന്നെ ഇഷ്ടത്തിനായിരുന്നു പഠിക്കാൻ തുടങ്ങിയതും. ഈ എല്ലാ പേപ്പറുകളും എഴുതാനുള്ള തീരുമാനമൊക്കെ അവൻ്റെ തന്നെയായിരുന്നു. ഒരു ലക്ഷ്യം മുൻനിർത്തി പഠിക്കുക എന്നുള്ളതായിരുന്നു അവനെ ചെറിയ കുട്ടിക്കാലം തൊട്ടിട്ട് അങ്ങനെയായിരുന്നു. എല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള അതിന് വേണ്ടി എന്ത് സ്ട്രഗിളും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു കുട്ടിയാണ്. CA ഇൻ്റർമീഡിയറ്റ് ചെയ്യണമെന്ന് ഇൻ്റർമീഡിയറ്റിൻ്റെ കോഴ്സിന് ചേരണം പറഞ്ഞപ്പോൾ അവൻ അന്വേഷിച്ച് അവൻ തന്നെ കണ്ടുപിടിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു അലയൻസിൽ പോയത് അവന് ഏറ്റവും നല്ലതായിട്ട് തന്നെയാണ് തോന്നിക്കുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസ് സാറുമാരുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രാക്ഷൻ, ഇത് ക്ലാസ് കഴിഞ്ഞിട്ടും അവൻ അവരുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെയും മെസ്സേജിലൂടെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറുമാർ പറഞ്ഞു കൊടുക്കുകയും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു അവർ. പല സാറന്മാരുടെയും പ്രത്യേകിച്ച് പറയുമായിരുന്നു ഇങ്ങനെ, ആ സാറ് നല്ല ക്ലാസ്സാണ്, നന്നായിട്ടുണ്ട്, അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ക്ലാസ്സാണ്, ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നും. അന്ന് ചില കുട്ടികൾ പറയും ചിലപ്പോൾ ഇങ്ങനെ ബോറാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ കേട്ടിട്ടില്ല. കുട്ടികൾക്ക് ഏറ്റവും മാനസികമായിട്ടുള്ള പിന്തുണയാണ് ഏറ്റവും കൂടുതൽ നൽകേണ്ടത്. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. അതിൽ എലയൻസുകാർ നല്ല പ്രകടനം തന്നെയായിരുന്നു അവരുടെ എന്നാണ് തോന്നിയിട്ടുള്ളത്. എലയൻസിൽ പഠിക്കുമ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് അവന് എപ്പോഴും. നല്ല ക്ലാസ് റൂംസ് ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ് പഠിക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. ഫാക്കൽറ്റീസ് സാറുമാരൊക്കെ ഇവരുടെ കൂടെ തന്നെ എല്ലാറ്റും നിൽക്കുമായിരുന്നു. ചില സമയത്ത് വിളിക്കുന്ന സമയം പറയും സാറുമാരെല്ലാവരും കൂടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു. അത്രയും ക്ലോസ് ആയിട്ടാണ് അവർ കുട്ടികളുമായിട്ട് ഉള്ള അവരുടെ ഒരു സമീപനം. എൻ്റെ മകൻ സക്സസ് ആയ സ്ഥിതിക്ക് നമുക്ക് തീർച്ചയായിട്ടും പറയാമല്ലോ, ഞങ്ങൾക്ക് എന്താ പറയുക, സജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള റീസണേ ഇല്ലല്ലോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ ഈ മെൻറ്റർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഫാക്കൽറ്റീസ് സാറുമാർ ലെൻസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ടൈം ടേബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അതായത് അച്ഛനല്ല അത് പഠിക്കുന്ന അവർ ഇത് തന്നിട്ടുണ്ട്. ഞങ്ങൾ പറയും ചിലപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാനില്ലെങ്കിൽ പറയും ഹരി ഒന്നും ടൗണിൽ പോകണമെന്ന് കാർ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല അമ്മ എനിക്ക് ആ ഒരു ടൈം ക്ലാസ്സാണ്, ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഇത് തീർക്കണം, അപ്പോൾ അതുകൊണ്ട് ക്ലാസ് നടക്കണം, ഞങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഇന്ന് രാത്രി തന്നെ അത് കഴിക്കണം. അപ്പോൾ അവർ ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെ എന്തൊക്കെയായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവരങ്ങനെ അതൊന്നും ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. 80% കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് എന്താ പറയുക, ഞങ്ങൾ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചതാണ്. വളരെ സന്തോഷം തോന്നി. 80% CAയിൽ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് അറിയാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നല്ലോണം എഫർട്ട് എടുത്തിട്ടുണ്ട്. ഇനി വരുന്ന കുട്ടികൾക്കും അവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, നമുക്ക് ലക്ഷ്യം മുൻനിർത്തി പഠിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.